പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വീണ്ടും ഒരിക്കൽ കൂടി യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാൻ നിങ്ങളെ ഞാൻ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വലിയ ദൈവകൃപയുടെ ഒരു സമയമാണ് യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുന്നത്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കാം. എഫേസോസിൽ യോഹന്നാൻ്റെ കൂടെയാണ് അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് വരെ താമസിച്ചിരുന്നത് എന്ന് പാരമ്പര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അമ്മയെ കൂടെ താമസിപ്പിച്ച, അമ്മയോട് കൂടെ ജീവിച്ച, അമ്മയെ സംരക്ഷിച്ച യോഹന്നാൻ എഴുതിയ ഈ സുവിശേഷം പഠിക്കാൻ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ നിൽക്കുകയാണ്. 3-ാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന സന്ദർഭം യോഹന്നാൻ എടുത്തു പറയുന്നത് ഈ രക്ഷാകര പദ്ധതിയിൽ മാതാവിന് സവിശേഷമായ ഒരു ദൗത്യവും പങ്കും പദവിയും ഉള്ളതുകൊണ്ടാണ് എന്ന സത്യം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്, സ്വീകരിക്കേണ്ടതുണ്ട്. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. കർത്താവ് ഈശോ മിശിഹ ഒരു വിവാഹ വിരുന്നിൽ പങ്കെടുക്കുകയാണ്. കർത്താവ് ഈശോ മിശിഹ ഒരു വിവാഹ വിരുന്നിനെ വലുതായി കാണുകയാണ്. അവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കർത്താവ് ഈശോ മിശിഹ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്ന ചില സൂചനകൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ചില പ്രചോദനകരമായ സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, കർത്താവ് ഈശോ മിശിഹ വിവാഹത്തെ വലുതായി കാണുന്നു, അതിനെ ഒരു സാക്രമെൻ്റായി, കൂദാശയായി കാണുന്നു എന്നുള്ളതിൻ്റെ വചന അടിത്തറയാണ്. അവിടുന്ന് വിവാഹ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ രക്ഷാകര പ്രവൃത്തിയുടെ അടയാളങ്ങളുടെ ആരംഭം നിർവഹിക്കുന്നത്. രണ്ടാമത്തേത്, പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിക്കുമ്പോൾ അവിടുന്ന് ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തേത്, നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് കാണുന്ന വലിയൊരു പ്രത്യേകത, ഇവിടെ ഈ സേവകന്മാരുടെ, വേലക്കാരുടെ വലിയ പ്രകടമായ ഒരു വിശ്വാസം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. നാലാമതായിട്ട്, നല്ല വീഞ്ഞ് അവസാനം വരെ കാത്തു സൂക്ഷിച്ചു. ഞാൻ ചില സൂചനകൾ ഇതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഒന്ന് സൂചിപ്പിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വീഞ്ഞ് അവസാനം വരെയും സൂക്ഷിച്ചു വെച്ചു. പിന്നീട് കർത്താവ് ഈശോ മിശിഹ വെള്ളം വീഞ്ഞാക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഗുണപരതയെ, ഒരാളുടെ ഗുണമേന്മയെ യേശു വ്യത്യാസപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ആഴത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ആഴത്തിലേക്ക് കടക്കുമ്പോൾ ഞാനൊരു ഏതാണ്ട് ഒരു 8 കാര്യങ്ങൾ ഇതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാനതിനെ ഒന്ന് അടുക്കി പിറക്കി അടുക്കും ചിട്ടയോടുകൂടി പറയാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തേത് ഞാൻ പറഞ്ഞല്ലോ, അതായത് 3-ാം ദിവസവും 7-ാം ദിവസവും. 7-ാം ദിവസത്തെ ഞാൻ പറഞ്ഞിരുന്നു, എല്ലാം ദൈവം പുതുതായി നവീകരിക്കാൻ പോവുകയാണ്, പുനഃസൃഷ്ടി നടത്താൻ പോവുകയാണ്. അപ്പോൾ പിന്നെന്തിനാണ് ആ 3-ാം ദിവസത്തെ റെഫറൻസ്? 7-ാം ദിവസം എന്ന് പറഞ്ഞാൽ പോരെ? ഈ 3-ാം ദിവസത്തെ റെഫറൻസ് എന്ന് പറയുന്നത് ഈ പുനഃസൃഷ്ടി അല്ലെങ്കിൽ എല്ലാറ്റിനെയും നവീകരിക്കുന്ന പുതിയ നിയമ പ്രവൃത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോമെൻ്റാണ് യേശുവിൻ്റെ ഉത്ഥാനം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ നന്നായി ശ്രദ്ധിക്കണം. അതായത് എല്ലാം നവീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് യേശുവിൻ്റെ ഉയർപ്പോടുകൂടിയാണ്. യേശു മാനവകുലത്തിലെ ഒരംഗമായി പിറവിയെടുത്തു. നമ്മുടേതുപോലെ ഒരു ശരീരം സ്വീകരിച്ചു. പാപമില്ലാത്ത തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപം മുഴുവൻ ഏറ്റെടുത്ത്, ആ പാപം ഏറ്റെടുത്ത, പാപമാവാഹിച്ച ആ ശരീരത്തെ അവിടുന്ന് കുരിശിൽ തറച്ച് കൊന്നു. ആ ശരീരം അരിമത്ഥ്യക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടു. ആ ശരീരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മുടെ പാപം നിറഞ്ഞ മനുഷ്യപ്രകൃതി നവീകരിക്കപ്പെടുകയും പുനരുദ്ധരിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്തു. അതായത് മാനവകുലം മുഴുവൻ്റെയും പ്രതിനിധിയായിട്ടാണ് യേശു മരിച്ചതും ഉയർത്തതും. യേശു ഉയർത്തപ്പോൾ നമ്മുടെ ഹ്യൂമാനിറ്റി, നമ്മുടെ മനുഷ്യത്വം, നമ്മുടെ മാനവിക സത്ത, മനുഷ്യനെന്ന നമ്മുടെ അന്തസ്സ്, ആ സ്റ്റാറ്റസ്
അതെല്ലാം വേറൊരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അതായത് പുതിയ സൃഷ്ടി യേശു നടത്തുന്ന യേശുവിൻ്റെ ആ പ്രവൃത്തിയുടെ ക്ലൈമാക്സ് മാത്രമല്ല, ഒരു പരിധിവരെ അതിൻ്റെ ആരംഭം കൂടിയാണ് യേശുവിൻ്റെ ഉത്ഥാനം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ യേശുവിൻ്റെ ഉയർപ്പിലൂടെയാണ് നാം രക്ഷയുടെ ആ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്, നമ്മുടെ ജീവിതം എല്ലാം വ്യർത്ഥമാണ്. യേശുവിൻ്റെ ഉയർപ്പിലാണ് ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ ആ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉത്ഥാനമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലും അടിത്തറയും എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് 7-ാം ദിവസമാണ്, കർത്താവ് എല്ലാം പുനഃസൃഷ്ടിക്കുകയാണ്. 3-ാം ദിവസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ പുനഃസൃഷ്ടിക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെയാണ്. അതാണ് 3-ാം ദിവസത്തിൻ്റെ ഒരു റെഫറൻസ്. ആ 3-ാം ദിവസത്തിൻ്റെ, അപ്പോൾ അത് ഈ കാനായിലെ കല്യാണ വിരുന്നിൽ തന്നെ സൂചിപ്പിച്ച് വരിക. ഇനി നമ്മൾ ഇവിടെ കാണുന്ന മറ്റൊരു പ്രത്യേകത, യേശു ശിഷ്യന്മാർ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീ, എനിക്കും നിനക്കും എന്തെൻ്റെ സമയം ഇനി ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്ന ചെയ്യുവിൻ, യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. മറ്റൊരു റെഫറൻസ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ 8 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതിന് ശേഷമാണ് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ യഥാർത്ഥ അർത്ഥം വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 8 കാര്യങ്ങൾ അത് മനസ്സിലാക്കാനുള്ള ചവിട്ടുപടികളാണ്. ഈ 8 പടികളിൽ കയറി നിന്നിട്ട് നമുക്ക് ആ 9ാമത്തെ പടിയിലാണ് നമ്മൾ ഈ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പോകുന്നത്. അത് നമുക്ക് പൂർണ്ണമായിട്ടും വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. 1ാമത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഇത് 3-ാം ദിവസമാണ്, ഇത് 7-ാം ദിവസമാണ്. 2ാമത്തെ കാര്യം, ഇവിടെ യേശു വെള്ളം വീഞ്ഞാക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ നേരത്തെ വീഞ്ഞ് വച്ചിരുന്ന കൽഭരണികളും വീഞ്ഞുപാത്രങ്ങളും തുകൽക്കുടങ്ങളും അവിടെ നിശ്ചയമായും ആ വീട്ടിൽ ഉണ്ട്. ആ കുടങ്ങളിലോ ആ പാത്രങ്ങളിലോ ആ തോൽക്കുടങ്ങളിലോ ഒന്നും, ആ ഭരണികളിലൊന്നും വെള്ളം കോരി വെക്കാൻ ആവശ്യപ്പെടുന്നതിന് പകരം നമ്മുടെ കർത്താവ് ആ വേലക്കാരോട് പറയുന്നത് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം സൂക്ഷിക്കുന്ന കൽഭരണികളിൽ വെള്ളം കോരി വെക്കാനാണ്. ഇത് ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചാലേ എന്താണ് ഈ സംഭവത്തിലൂടെ യോഹന്നാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാവത്തുള്ളൂ. ശുദ്ധീകരണ കർമ്മത്തിനുള്ള. അപ്പോൾ അത് വ്യക്തമാകാൻ നമുക്ക് അല്പം പുറകിലേക്ക് പോകേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ ഈ ശുദ്ധീകരണ കർമ്മത്തിനുള്ള ജലം അതിനെ സംബന്ധിച്ച ഒരു വായന നമ്മൾ നടത്തേണ്ടതുണ്ട്. അതായത് 19-ാം അധ്യായം, സംഖ്യ 19, നമ്പേഴ്സ് ചാപ്റ്റർ 19. അപ്പോൾ അശുദ്ധരാവുന്ന ആളുകൾ പഴയ നിയമപ്രകാരം, പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥകളും ഉടമ്പടികളും ക്രമവും അനുസരിച്ച് ഒരാൾ എങ്ങനെയെങ്കിലും, ഉദാഹരണത്തിന് മൃതശരീരത്തെ തൊട്ട് ഒരാൾ എങ്ങനെയെങ്കിലും അശുദ്ധനായാൽ 11-ാമത്തെ വാക്യം, സംഖ്യ 19:10, മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. 3-ാം ദിവസവും, ശ്രദ്ധിക്കുക, 3-ാം ദിവസവും 7-ാം ദിവസവും ശുദ്ധീകരണ ജലം കൊണ്ട് അവൻ തന്നെ ശുദ്ധനാക്കണം. നിങ്ങൾ ഈ കാനായിലെ കല്യാണ വിരുന്നിൽ ഈ 3ഉം 7ഉം ശ്രദ്ധിച്ചല്ലോ. 3-ാം ദിവസവും 7-ാം ദിവസവും അവൻ ഈ ശുദ്ധീകരണ ജലം കൊണ്ട് തന്നെ ശുദ്ധീകരിക്കണം. അപ്പോൾ അവൻ ശുദ്ധനാകും. 3-ാം ദിവസവും 7-ാം ദിവസവും ശുദ്ധീകരണ കർമ്മം നടത്തിയില്ലെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാവുകയില്ല. ശവശരീരം സ്പർശിച്ചിട്ട് തന്നെ ശുദ്ധീകരിക്കാത്തവൻ കർത്താവിൻ്റെ കൂടാരത്തെ അശുദ്ധമാക്കുന്നു. അവനെ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കണം. ശുദ്ധീകരണ ജലം തൻ്റെ മേൽ തളിക്കാത്തത് കൊണ്ട് അവൻ അശുദ്ധനാണ്, അവനിൽ അശുദ്ധി നിലനിൽക്കുന്നു. അതായത് ഇനി 18-ാമത്തെ വാക്യത്തിൽ, ശുദ്ധിയുള്ളവൻ അശുദ്ധനായവൻ്റെ മേൽ ഇപ്രകാരം 3-ാം ദിവസവും 7-ാം ദിവസവും തളിക്കണം. അപ്പോൾ ശുദ്ധീകരണ ജലം തളിക്കപ്പെടാത്തത് കൊണ്ട് 20-ാമത്തെ വാക്യം, അവൻ അശുദ്ധനായിരിക്കും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പഴയ നിയമപ്രകാരം, ശ്രദ്ധിക്കുന്നുണ്ടോ? പഴയ നിയമപ്രകാരം, പഴയ ഉടമ്പടി അനുസരിച്ച് ഒരു വ്യക്തി അശുദ്ധനായാൽ അയാളെ ശുദ്ധീകരിക്കുന്നതിന് ചില ആചാരങ്ങൾ നടത്തണം. അതിലെ ഒരു ആചാരമാണ്
ശുദ്ധീകരണ ജലം തളിക്കണം എന്നൊക്കെ 3-ാം ദിവസവും 7-ാം ദിവസവും. അപ്പോൾ ഒരാൾ ശുദ്ധീകരിക്കും. ഒരാൾ മൃതശരീരത്തെ സ്പർശിച്ചു, ഒരാൾ അശുദ്ധമായത് എന്തെങ്കിലും സ്പർശിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് അശുദ്ധി ഉണ്ടായി, അയാൾ എന്ത് ചെയ്യണം? ശുദ്ധനാക്കപ്പെടുന്നതിന് അയാൾ തന്നെ ശുദ്ധജലത്താൽ കഴുകണം, അല്ലെങ്കിൽ മറ്റൊരാൾ അയാളുടെ മേൽ ശുദ്ധജലം തളിക്കണം. അതായത് ഈ ശുദ്ധീകരണം, എൻ്റെ ചോദ്യം, ഈ ശുദ്ധീകരണം ആന്തരികമാണോ ബാഹ്യമാണോ? ഈ ശുദ്ധീകരണം ബാഹ്യമാണ്. അതായത് ഈ ശുദ്ധീകരണം ഒരു വ്യക്തിയെ പുറമേയാണ് ശുദ്ധീകരിക്കുന്നത്. ഈ ശുദ്ധീകരണം ഒരു വ്യക്തിയെ അകമേ ശുദ്ധീകരിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ഉള്ളിൽ, അകത്ത് ഇത് മാറ്റം വരുത്തുന്നില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആന്തരിക ഭാവങ്ങളിൽ ഇത് ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഹെബ്രായ ലേഖനത്തിൻ്റെ മറ്റൊരു വചനം കൂടെ വായിക്കാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, അർപ്പിക്കുന്നവൻ്റെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമായിരുന്നു ഇപ്രകാരം സമർപ്പിക്കപ്പെട്ടത്. നവീകരണ കാലം വരെ നിലവിലിരുന്ന ഭക്ഷണപാനീയങ്ങൾ, പലവിധ ക്ഷാളനങ്ങൾ, കണ്ടോ, ക്ഷാളനം, ഈ ശുദ്ധീകരണ ജലം ഉപയോഗിച്ചുള്ള ക്ഷാളനം, പലവിധ ക്ഷാളനങ്ങൾ എന്നിങ്ങനെ ശാരീരിക നിയമങ്ങളോട് മാത്രമേ ഇതിന് ബന്ധമുള്ളൂ. അതായത് പഴയ നിയമത്തിലെ എല്ലാ ശുദ്ധീകരണ ആചാരങ്ങളും ഒരു വ്യക്തിയെ പുറമേ മാത്രമേ കഴുകിയിരുന്നുള്ളൂ. അർപ്പിക്കുന്നവൻ്റെ ആ പ്രവൃത്തി, ആ ആചാരം ചെയ്യുന്നവൻ്റെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ പഴയ നിയമത്തിലെ ഇത്തരം ആചാരങ്ങൾക്ക് കഴിവില്ലായിരുന്നു. അപ്പോൾ ഈ 6 കൽഭരണികൾ, എത്ര കൽഭരണികൾ? 6 കൽഭരണികൾ. എന്തുകൊണ്ട് 6? യഹൂദൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പൂർണ്ണത എന്ന് പറഞ്ഞാൽ 7ആണ്. 6 എന്ന് പറഞ്ഞാൽ പൂർണ്ണതയ്ക്ക് ഒന്ന് കുറവ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തി തന്ന എല്ലാ കാര്യങ്ങൾക്കും വിലയുണ്ട്, പക്ഷേ അത് പൂർണ്ണമല്ല. പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായത് അസ്തമിക്കും. പഴയ നിയമം ഒരു വ്യക്തിയുടെ രക്ഷ പൂർണ്ണമായും സാധ്യമാകുന്നതിന് അശക്തമാണ്. പഴയ നിയമത്തിലെ ആചാരങ്ങൾ അശക്തമാണ്. ഒരു വ്യക്തിയുടെ പൂർണ്ണ രക്ഷ പ്രാപിക്കാൻ, അതാണ് 6 കൽഭരണി. അപൂർണം, അതായത് ഈ ഒന്ന് കുറവ്, പൂർണ്ണതയ്ക്ക് ഒന്ന് കുറവ്, അങ്ങനെ 6 കൽഭരണികൾ. അപ്പോൾ ഈ 6 കൽഭരണികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 6 കൽഭരണികൾ പഴയ നിയമത്തിലെ മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള ആചാരങ്ങളുടെ പ്രതീകമായിരുന്നു. കാനായിലെ കല്യാണ വീട്ടിലിരുന്ന 6 കൽഭരണികൾ മനുഷ്യൻ്റെ ശുദ്ധീകരണത്തിന് പഴയ നിയമം കൽപ്പിച്ച എല്ലാ ആചാരങ്ങളുടെയും പ്രതീകമായിരുന്നു. ഇവിടെ ആ വീടിനകത്ത് സൂക്ഷിച്ചിരുന്ന 6 കൽഭരണികൾ. യേശു പറയുകയാണ്, ആ കൽഭരണിയിൽ വെള്ളം കോരിയൊഴിക്കുമ്പോൾ ഞാനത് പുതിയ ഉടമ്പടിയിലെ മനുഷ്യനെ പുറമേ അല്ല അകമേ വിശുദ്ധീകരിക്കുന്ന ഒരു വീഞ്ഞാക്കി മാറ്റിത്തരാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ പുറമേയുള്ള വിശുദ്ധീകരണത്തിലല്ല യേശുവിൻ്റെ ശ്രദ്ധ, ബാഹ്യമായ കഴുകലിലല്ല യേശുവിൻ്റെ ശ്രദ്ധ. ഒരാൾ അകമേ വിശുദ്ധനാവണം, അകമേ വൃത്തിയാവണം. കൂടുതൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഈ 6 കൽഭരണികൾ, അതുപോലെ തന്നെ ഈ വളരെ ഭയങ്കരമായ കണക്ഷൻ കിടപ്പുണ്ട് ഇവിടെ എല്ലാം. എന്തെന്നറിയാം, ഈ ശുദ്ധീകരണ ജലത്തെ സംബന്ധിക്കുന്ന പരാമർശം ഇപ്പോൾ നമ്മൾ സംഖ്യ 19 വായിച്ചില്ലേ? 19 വായിച്ചു കഴിഞ്ഞാൽ സംഖ്യ 20 നിങ്ങളത് വായിച്ചു നോക്കണം. അത് പാറയിൽ നിന്ന് ജലം ഒഴുകുന്നതാണ്. ഈ കലത്തിൽ, ഈ ഭരണിയിൽ സൂക്ഷിക്കുന്ന ജലം ഒരുവനെ പുറമേ ശുദ്ധീകരിക്കുമ്പോൾ പാറയിൽ നിന്ന് ഒഴുകിയ വെള്ളം, അതാരാണ് ആ പാറ? യേശുവാണ് ആ പാറ. ആ പാറയിൽ നിന്നൊഴുകിയ ജലവും രക്തവും മനുഷ്യനെ അകമേ ശുദ്ധീകരിക്കുന്നതാണ്. പോട്ടെ, ഇപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തമാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യേശുവാകുന്ന ആ പാറ, നമ്മളെ ആ ഭരണി, അതിൽ നിറയുന്ന വീഞ്ഞ് നമ്മളെ അകമേ ശുദ്ധീകരിക്കുന്നതാണ്. ഓക്കെ, ഈ ശുദ്ധീകരണ ജലം ഒരുവനെ പുറമേ കഴുകുന്നു, എന്നാൽ
ഈ കാനായിലെ കല്യാണ വിരുന്നിൽ ആ ശുദ്ധീകരണ ജലം സൂക്ഷിച്ചിരുന്ന കൽഭരണിയിൽ വെള്ളം കോരിയൊഴിച്ച് യേശു അതിനെ വീഞ്ഞാക്കി മാറ്റുമ്പോൾ ഈ വീഞ്ഞ് നമ്മൾ മദ്യം, കള്ള്, വീഞ്ഞ്, വൈൻ അങ്ങനെ ആ അർത്ഥത്തിൽ അങ്ങനെയല്ല ഇപ്പോൾ ഇതിനെ കാണേണ്ടത്. മറിച്ച് ഇതെല്ലാം ഉപമകളായിട്ടാണ്, ഇതെല്ലാം സിംബലുകളായിട്ടാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഞ്ഞ് പുറമേ ഒഴിക്കുകയല്ല, അകത്തേക്ക് കുടിക്കുകയാണ്. വീഞ്ഞ് പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വെളിയിലല്ല. കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ വെളിയിലാണ്. എന്നാൽ വീഞ്ഞ് പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ അകത്താണ്. ഈ വീഞ്ഞ് ഒരു മനുഷ്യന് ഉന്മേഷം, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഉണർവ്, ഞാൻ പറയുന്നത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുക. അതായത് ഈ വൈൻ ഒരു മനുഷ്യൻ്റെ അകത്താണ് പ്രവർത്തിക്കുന്നത്. അകത്ത് അവനെ അത് റെജുവനേറ്റ് ചെയ്യുന്നു. സോ in the Old Testament, the water of outer cleansing, the water of external washing in the Old Testament, ഒരു മനുഷ്യനെ പുറമേ കഴുകുന്ന വെള്ളം, ഒരു മനുഷ്യൻ്റെ പുറത്ത് അവനെ കഴുകി വൃത്തിയാക്കുന്ന വെള്ളം, അത് പഴയ നിയമം. എന്നാൽ ഒരു മനുഷ്യൻ്റെ അകത്ത് പ്രവേശിച്ച് അവനെ ഉണർത്തുന്ന വീഞ്ഞ്, അത് പുതിയ നിയമം. ഒരു മനുഷ്യനെ പുറമേ കഴുകി വൃത്തിയാക്കുന്നത് പഴയ നിയമം, ഒരു മനുഷ്യനെ അകമേ വൃത്തിയാക്കുന്നത്, അകമേ ഉണർത്തുന്നത്, അകമേ റെജുവനേറ്റ് ചെയ്യുന്നത്, അവൻ്റെ സ്പിരിറ്റിനെ കിൻഡിൽ ചെയ്യുന്നത് പുതിയ നിയമം. അപ്പം അങ്ങനെ ഒരു മനുഷ്യനെ അകത്തു നിന്ന് വിശുദ്ധീകരിക്കും എന്നതിൻ്റെ അടയാളമായിട്ടാണ് യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നത്. ദേവാലയം എന്താണ്? ദേവാലയം യേശുവിൻ്റെ ശരീരമാണ്. ആ ശരീരം അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് ഈ അടുത്ത എപ്പിസോഡിൽ ദേവാലയം ശുദ്ധീകരിക്കുന്ന ഭാഗത്ത് യേശു പറയുന്നുണ്ട്. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, ഇത് 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കപ്പെടും. അതായത് യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെയാണ്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാണ്, യേശുവാകുന്ന ദേവാലയം പുനരുദ്ധരിക്കപ്പെടുന്നതിലൂടെയാണ് ഈ പുതിയ ശുദ്ധീകരണ പ്രക്രിയ നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. 5-ാമത്തെ കാര്യം, പെന്തക്കോസ്താ തിരുനാൾ. ഇത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. കാനായിലെ കല്യാണ വിരുന്ന് മനസ്സിലാക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തരികയാണ്. പെന്തക്കോസ്താ തിരുനാളിൽ അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാരുടെ ആ ആത്മനിറവ് കണ്ട ലോകം പറഞ്ഞത് ഇവർ പുതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നു എന്നാണ്. അതായത് പരിശുദ്ധാത്മാഭിഷേകത്തെ ലോകം മനസ്സിലാക്കിയത് വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചതിന് സമാനമായിട്ടാണ്. ചില വചനങ്ങൾ വായിക്കാം. ജോയൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം വായിക്കുന്നു. മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. മെതിക്കളങ്ങളിൽ ധാന്യം നിറയും, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. 28, അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അതായത് പരിശുദ്ധാത്മാഭിഷേകം വിവരിക്കുന്ന ഭാഗത്ത് പ്രവാചകന്മാർ അത് ഈ വീഞ്ഞ് നിറയുന്ന ഒരു അനുഭവമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. വേറൊരു വാക്യം വായിക്കാം. ആമോസ് 9:13. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങൾ ആസന്നമായി, അന്ന് ഉഴവുകാരൻ കൊയ്ത്തുകാരനെയും മുന്തിരി മെതിക്കുന്നവൻ വിതക്കാരനെയും പിന്നിലാക്കും. പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും, മലകളിൽ അത് കവിഞ്ഞൊഴുകും. അതായത് കർത്താവ് മിശിഹ മാനവരാശിയെ വീണ്ടെടുക്കാൻ വരുമ്പോൾ ആ മിശിഹ അനുഭവത്തെ വീഞ്ഞ് നിറഞ്ഞ് കവിയുന്ന ഒരനുഭവമായിട്ടാണ് പ്രവാചകന്മാർ വിവരിച്ചിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇവിടെ യേശു വെള്ളം വീഞ്ഞാക്കുമ്പോൾ ഈശോ 1-2 കുപ്പി 1-2 ഭരണി വീഞ്ഞല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് ഏതാണ്ട് 500 മുതൽ 700 ലിറ്റർ വരെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വൈനാണ് യേശു കാനായിലെ കല്യാണ വിരുന്നിന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കർത്താവ് ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കുടിക്കാനുള്ള വീഞ്ഞാണ് കർത്താവ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ദ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വൈൻ സിഗ്നിഫൈസ് നോട്ട് ദ വൈൻ ബട്ട് ദ അബണ്ടൻസ് ഓഫ് ഗ്രേസ് ഓവർഫ്ലോവിങ് ഇൻ ദ മെസ്സിയാനിക് ഏജ്. മിശിഹ കടന്നു വരുന്ന കാലത്ത് കവിഞ്ഞൊഴുകാൻ പോകുന്ന, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്, കവിഞ്ഞൊഴുകാൻ പോകുന്ന പരിശുദ്ധാത്മാ അഭിഷേകത്തെ സൂചിപ്പിക്കുന്ന അടയാളമാണ് ഇവിടെ വീഞ്ഞ്. അതുകൊണ്ട് അത് 500 മുതൽ 700 ലിറ്റർ വരെ വീഞ്ഞാണ് യേശു ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും 6 കൽഭരണികളിൽ നിറഞ്ഞ് കവിഞ്ഞ വീഞ്ഞെന്ന് പറയുന്നത് ഏതാണ്ട് 500 മുതൽ 700 ലിറ്റർ വരെ വീഞ്ഞ് എന്ന് പറഞ്ഞാൽ
വലിയ വീഞ്ഞിൻ്റെ വലിയൊരു പ്രളയം. കർത്താവ് അളന്നല്ല, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഈശോ അളവില്ലാതെ വർഷിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനെ പരിധിയില്ലാതെ വർഷിക്കാൻ പോവുകയാണ്. അതിൻ്റെ അടയാളമാണ് വീഞ്ഞ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഇവിടെ ഈ കൽഭരണിയിൽ വെള്ളം വീഞ്ഞാക്കുക എന്ന് പറഞ്ഞാൽ, അപ്പസ്തോലന്മാർ പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ലോകം പറഞ്ഞ എന്താണ്? വീഞ്ഞ് കുടിച്ചു എന്നാണ്. അപ്പോൾ ഈ വീഞ്ഞെന്ന് പറയുന്നത് എന്തിൻ്റെ അടയാളമാണ്? പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം ശ്രദ്ധിക്കുക. പഴയ നിയമത്തിൽ മനുഷ്യനെ ശുദ്ധീകരിക്കാൻ, അവനെ എക്സ്റ്റേണലായി വാഷ് ചെയ്യാൻ, അവനെ ബാഹ്യമായി ശുദ്ധീകരിക്കാൻ വെള്ളം കൊണ്ട് കഴുകിയെങ്കിൽ, അവനെ വെള്ളം തളിച്ചെങ്കിൽ, പുതിയ നിയമത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞ് ആത്മാവിലേക്ക്, അകത്തേക്ക് വർഷിക്കപ്പെട്ട് അവൻ അകത്ത് നിന്ന് നമ്മെ നവീകരിക്കുന്നു. ഇതിൻ്റെ അടയാളമാണ് കാനായിലെ കല്യാണ വീട്ടിൽ യേശു പ്രവർത്തിച്ച ഈ അടയാളം. കർത്താവ് സൂചിപ്പിക്കുകയാണ്, ഈ വെള്ളം വീഞ്ഞായതുപോലെ ഇതാ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് നമ്മളൊരു യാത്ര പോവുകയാണ്. യാത്ര ആരംഭിക്കാൻ തുടങ്ങുന്നു. മറ്റൊന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈശോ പറയുകയാണ്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്തിനുള്ള സമയം? ഇത് മനസ്സിലാക്കണം. എൻ്റെ സമയം ഇനി ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ രക്ഷാകര കർമ്മം ഔദ്യോഗികമായി തുടങ്ങാൻ എനിക്ക് സമയമായിട്ടില്ല. വിളിച്ച പേരെന്താണ്? സ്ത്രീയെ. സ്ത്രീ എന്ന് വിളിച്ച് എന്തുകൊണ്ടാണ്? 33:15 നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തലയെ തകർക്കും. ആ സ്ത്രീയാണ് ഈ സ്ത്രീ. ഈ സ്ത്രീയുടെ സന്തതിയാണ് ആ ശത്രുവിൻ്റെ തല തകർക്കാൻ പോകുന്നത്. അപ്പോൾ ആ പരാമർശം കൊണ്ട്, ആ സൂചനയിലാണ് സ്ത്രീ എന്ന് വിളിക്കുന്നത്, അല്ലാതെ പിണക്കത്തോടുകൂടി സ്ത്രീ എന്ന് വിളിക്കുകയല്ല. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക, ഇവിടെ കർത്താവ് ഈശോ മിശിഹ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചിട്ട് പറയുക, എൻ്റെ സമയം ഇനിയായിട്ടില്ല. എന്തിനുള്ള സമയം? ഈ പുതിയ നിയമത്തിലെ രക്ഷാകര പ്രവൃത്തി, എല്ലാറ്റിനെയും നവീകരിക്കുന്ന ഈ പുതുവീഞ്ഞാകുന്ന പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടാനായി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ പരസ്യജീവിതം പൂർത്തിയാക്കണം, ഞാൻ പീഡ സഹിക്കണം, കുരിശിൽ മരിക്കണം, അടക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം. അതിനുള്ള സമയം ആയിട്ടില്ല. മറ്റൊരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുന്നത് മാത്രമല്ല, ഇവിടെ ഈ പരിശുദ്ധ അമ്മയെ അമ്മയോട് ചോദിക്കുന്ന ചോദ്യം, എനിക്കും നിനക്കും എന്ത്? എനിക്കും നിനക്കും എന്ത്? എനിക്കും നിനക്കും എന്ത്? അതിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. മണവാളനും മണവാട്ടിയും, നന്നായിട്ട് എന്നെ ശ്രദ്ധിച്ച് നന്നായിട്ട് കേൾക്കണം. മണവാളനും മണവാട്ടിയും ഏദൻ തോട്ടത്തിൽ വെച്ച് പരസ്പരം ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. കർത്താവ് ചോദിച്ചു, തിന്നരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞ മരത്തിൻ്റെ പഴം നീ തിന്നോ? ഉടനെ ആദം പറഞ്ഞു, നീ എനിക്ക് തന്ന സ്ത്രീ അത് തന്നു, ഞാൻ തിന്നു. പുരുഷനും സ്ത്രീയും പറയുകയാണ്, നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. എപ്പോഴാണത് പറഞ്ഞത്? ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ അനുസരിക്കാതിരുന്നപ്പോൾ, ദൈവം പറഞ്ഞതുപോലെ ചെയ്യാതിരുന്നപ്പോൾ. അങ്ങനെ ദൈവം പറഞ്ഞത് ധിക്കരിച്ച, ദൈവം പറഞ്ഞത് അനുസരിക്കാത്ത, ദൈവത്തോട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, ദൈവം പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ദൈവം പറഞ്ഞത് ഞങ്ങൾ ചെയ്യാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു നിന്ന ഹൗവ, ആ ഹൗവായുടെ സ്ഥാനത്ത് മാതാവിനെ നിർത്തിക്കൊണ്ട് ഈശോ ഈ രണ്ടാം ഹൗവായായ മാതാവിനോട് ചോദിക്കുകയാണ്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എന്ന് പറഞ്ഞാൽ, സ്ത്രീയെ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ത്? അത് നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറയുകയല്ല, മറിച്ച് ഹൗവ
ഞാൻ ദൈവത്തോട് എനിക്കൊരു ബന്ധമില്ല, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, ഞാൻ സാത്താനെയാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ രണ്ടാം ഹവ്വായെ നിർത്തിയിട്ട് ഈ അമ്മയുടെ അധരങ്ങളിലൂടെ അത് തിരുത്തി പറയുമ്പോഴാണ് പുതിയ ഉടമ്പടിയുടെ രക്ഷ ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, സി വേർ ഡു യു സ്റ്റാൻഡ്? ആദം നീ എവിടെ? ഹവ്വ നീ എവിടെ? ഇവിടെ ചോദിക്കുകയാണ്, സ്ത്രീയെ നീ എവിടെ? വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് ടു മീ? ഇവിടെ യേശു മകനായിട്ടല്ല നിൽക്കുന്നത്, യേശു ദൈവമായിട്ടാണ് നിൽക്കുന്നത്. യേശു ഇവിടെ ദൈവമായിട്ടാണ് നിൽക്കുന്നത്. മാതാവ് ഇവിടെ നിൽക്കുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയമായിട്ടല്ല, ഹവ്വായായിട്ടാണ്. അല്ലെങ്കിൽ മാനവകുലത്തിൽ യേശുവിനെ അനുസരിക്കാത്ത മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് മാതാവ് നിൽക്കുന്നത്. ദൈവം ചോദിക്കുകയാണ്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ത്? മാതാവിൻ്റെ മറുപടി, നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്നല്ല. മാതാവ് വേലക്കാരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുക. എന്താ ബന്ധം? ഹവ്വ പറഞ്ഞു, അവൻ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യണ്ട, സാത്താൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഇവിടെ മാതാവ് പറയുന്നു, അവൻ പറഞ്ഞതുപോലെ ചെയ്തു. അപ്പോൾ എന്താ ബന്ധം? യേശുവിനെ അനുസരിക്കാത്ത, യേശുവിനെ വിശ്വസിക്കാത്ത, യേശുവിനെ ആശ്രയിക്കാത്ത, ദൈവത്തെ ആശ്രയിക്കാത്ത ഒരു മാനവകുലത്തിൻ്റെ പ്രതിനിധിയായിട്ടല്ല അമ്മയോട് നിൽക്കുന്നത്. അമ്മ സർവ്വലോകത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് കാനായിലെ കല്യാണ വീട്ടിൽ നിന്നിട്ട് തൻ്റെ പുത്രനോടല്ല ദൈവത്തോട് പറയുകയാണ്, ഞങ്ങൾ നീ പറയുന്നതെല്ലാം അനുസരിച്ചോളാം. ഇവിടെ പുതിയ ഉടമ്പടി ആരംഭിക്കും. അല്ലാതെ മാതാവിനോട് ഈശോയ്ക്ക് ഒരു ബന്ധമില്ലെന്ന് ഈശോ പറയുകയല്ല. ഇത് ഞാൻ പറയുന്നത്, നിങ്ങൾ വെളിയിൽ ഒരു ദൂരം നിന്ന് ഇത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഈ ഗ്രന്ഥം മനസ്സിലാവില്ല. ഇത് നമ്മൾ കാണാത്ത ഒരുപാട് ആഴങ്ങളുണ്ട് ഇതിന്. ഇത് യോഹന്നാൻ എന്തിനാണ് ഇത് അവതരിപ്പിക്കുന്നത് നമ്മൾ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അമ്മ നടത്തുന്നത് വിശ്വാസ പ്രഖ്യാപനമാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. അമ്മ നടത്തുന്നത് ഫെയ്ത്ത് പ്രൊക്ലമേഷൻ. ഹവ്വായ്ക്ക് പറ്റാത്തത് മാതാവ്. അതുകൊണ്ടാണ് ഈ സഭാപിതാക്കന്മാർ പരിശുദ്ധ അമ്മയെ വിളിച്ചത് രണ്ടാം ഹവ്വ. അതുകൊണ്ടാണ് ഇവിടെ ഈ കീ മൊമെൻറ്റിൽ കാനായിലെ കല്യാണ വിരുന്നിൽ യോഹന്നാൻ കൊണ്ടുവന്ന് അമ്മ നിൽക്കുന്നൊരു സംഭവം അവതരിപ്പിക്കുന്നത്. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനി ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. എന്താ ബന്ധം? ചോദിച്ചില്ലേ? പറഞ്ഞില്ലേ? നിൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ വെളിയിൽ വന്ന് നിൽക്കുന്നു. ഈശോ പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? ജന്മം തന്നതുകൊണ്ടല്ല ഇവൾ എനിക്ക് അമ്മയാവുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം പരിപൂർണമായി അനുസരിച്ചതുകൊണ്ടാണ്. അതായത് എനിക്കെൻ്റെ അമ്മയോടുള്ള ബന്ധം ഒരു പിറവി ബന്ധം, ഒരു പുക്കിൾക്കൊടി ബന്ധം, ഒരു ജൈവിക ബന്ധം മാത്രമല്ല. അതിനപ്പുറത്ത് ഇവളെൻ്റെ അമ്മയാവുന്നത്, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ അമ്മയാവുന്നത്, സർവശക്തൻ അരുളി ചെയ്ത എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി അനുസരിച്ചതിൻ്റെയും വിശ്വസിച്ചതിൻ്റെയും പേരിലാണ്. So this is a tremendous sign and symbol of faith. See, മതവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കൂ, മതവും ആത്മീയതയും. What is the difference between religion and spirituality? മതം എന്ന് പറയുന്നത് ഒരാളെ പുറമേ കഴുകുന്നതാണെങ്കിൽ, ആത്മീയത എന്ന് പറയുന്നത് ഒരാളെ അകമേ കഴുകുന്നതാണ്. ഒരാളെ വെളിയിൽ നിന്ന് കഴുകുന്ന വെള്ളമാണ് മതം, ഒരാളെ അകത്തുനിന്ന് പുതുതാക്കുന്ന വീഞ്ഞാണ് ആത്മീയത. ഒരാളെ വെളിയിൽ നിന്ന് കഴുകുന്ന കഴുകലാണ് പഴയ നിയമം, ഒരാളെ അകത്തുനിന്ന് ഉണർത്തുന്നതാണ് പുതിയ നിയമം. എനിക്കിത് ഈ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനിത് അനുസരിക്കുന്നു എന്ന് പറയുന്നതാണ് പഴയ നിയമം. എനിക്ക് ഈ നിയമങ്ങൾ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് അകത്തു നിന്ന് ഒരാൾക്ക് കിട്ടുന്ന പ്രേരണയാണ് പുതിയ നിയമം. ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് പഴയ നിയമം. മറിച്ച് ചിലത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് പുതിയ നിയമം. നിങ്ങളെ വെളിയിൽ നിന്ന് ഒരാൾ വടികൊണ്ട് നിയന്ത്രിക്കുന്നതാണ് പഴയ നിയമം. എന്നാൽ ആരും ഒന്നും ഒരു സമ്മർദ്ദവും ചെലുത്താതെ നിങ്ങൾ ആനന്ദത്തോടെ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് പുതിയ നിയമം. വെള്ളവും വീഞ്ഞും തമ്മിലുള്ള വ്യത്യാസമാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം.
വെള്ളം വെളിയിൽ നിന്ന് കഴുകുന്നത്, വീഞ്ഞകത്ത് നിന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കർത്താവിൻ്റെ അത്ഭുതകരമായ ആ പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കൽഭരണി എന്ന് പറയുന്നത് ദ എൻറ്റയർ ഓൾഡ് ടെസ്റ്റമെൻറ്റ് സിസ്റ്റം അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ദ സ്റ്റോൺസ് ഓഫ് ജാർ, ദ ജാർ ഓഫ് സ്റ്റോൺ ഈസ് symbolizing, it symbolizes the whole Old Testament system of cleansing humanity. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ സൂചനകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്കിനി ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാൻ. ഞാൻ ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി, കാരണം ഈ ഒറ്റ സംഭവം കൊണ്ട് തന്നെ നമുക്ക് 3-4 ചിലപ്പോൾ എപ്പിസോഡുകൾ ചിലപ്പോൾ പോകും. കാരണം എനിക്ക് പൂർണ്ണമായിട്ട് അത് വിശദീകരിച്ചില്ലെങ്കിൽ എനിക്കും മനസ്സിനൊരു തൃപ്തിയില്ല, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യത്തുമില്ല. അതുകൊണ്ട് ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഇത് പറഞ്ഞു തരാനായിട്ട് പരിശ്രമിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഈ യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുന്നത് സാധാരണ മറ്റ് സുവിശേഷങ്ങൾ പഠിക്കുന്നത് പോലെ അല്ല എന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് പല തലങ്ങളിൽ നമുക്ക് പല ആംഗിളിൽ നിന്ന്, പല സ്ട്രീംസിൽ നിന്ന് നമ്മളിതിനെ നോക്കി കാണാൻ പരിശ്രമിച്ചില്ലെങ്കിൽ ഇതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക, പരിശുദ്ധാത്മാവിനോട്, പ്രത്യേകിച്ച് എഫേസോസ് 1:17 ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ബുദ്ധിമാന്മാരിൽ നിന്ന് വിവേകളിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾ ഈ വചനം പഠിക്കാൻ കാണിക്കുന്ന വലിയ സജീവമായ ഒരു താല്പര്യത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ മൗണ്ട് കാർമലിൽ നിന്നുകൊണ്ട് ഞാൻ ഈ വചനം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കും. നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, കണ്ണുനീര്, കടബാധ്യത, നിങ്ങളുടെ സ്ട്രഗിൾസ്, സ്പിരിച്വൽ ആസ് വെൽ ആസ് മറ്റീരിയൽ സ്ട്രഗിൾസ്, ഇതിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവും. കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ പാപങ്ങളോട് കർത്താവ് കരുണ കാണിക്കും. വലിയ അനുതാപവും മാനസാന്തരവും ദൈവം തരും. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്നേഹം നിറയും. വചനം പഠിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വചനത്തോട് ദാഹം തരും. നിങ്ങളിപ്പോൾ എവിടെയായിരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഈ നിമിഷം പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കും. ഈ നിമിഷം നിങ്ങളുടെ ഹൃദയത്തെ ദൈവം ഉണർത്തും. കർത്താവിൻ്റെ കരുണ നിങ്ങളിലേക്ക് ഒഴുകും. ദൈവം നിങ്ങളുടെ വലിയ സങ്കടം, നിങ്ങളിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണെങ്കിൽ, വലിയൊരു ദുഃഖത്തിലാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റാത്തൊരു പ്രശ്നത്തിനാണെങ്കിൽ, പ്രിയ മകനെ, മകളെ, യേശുവിൻ്റെ വചനം ഇതാ നിന്നെ സഹായിക്കാനായി കടന്നു വരുന്നു. കർത്താവ് ഇതാ നിന്നെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ ഒരു അനുഗ്രഹമാവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ നിറയുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.